നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായം കലർന്നവ വാങ്ങേണ്ട. ശുദ്ധമായ തേൻ തിരിച്ചറിയാൻ ഇതാ ചില പൊടിക്കൈകൾ. പ്രകൃതിദത്ത മധുര പദാർത്ഥമായ തേൻ ഇഷ്ടമില്ലാത്തവർ കുറവാണ്. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്നവ ശുദ്ധമാകണം എന്നില്ല. മായം കലർന്നവ തിരിച്ചറിയാൻ ചില പൊടിക്കൈകളുണ്ട്. അതാദ്യം ചെയ്യേണ്ടത് വെള്ളം. 1 ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് 1 സ്പൂൺ തേൻ ചേർക്കണം. ശുദ്ധമായ തേൻ ഗ്ലാസിൻ്റെ അടിയിൽ അടിയും. മായം ചേർത്ത തേനാണെങ്കിൽ അത് വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ച് ചേരും. അടുത്ത രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് തീപ്പെട്ടി. ഒരു തീപ്പെട്ടി കൊള്ളിയെടുത്ത് തേനിൽ മുക്കാം. എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് കത്തിക്കാൻ ശ്രമിക്കുക. ശുദ്ധമായ തേനാണെങ്കിൽ തീപ്പെട്ടി എളുപ്പത്തിൽ കത്തും. മായം ചേർത്ത തേനാണെങ്കിൽ അതിൽ ഈർപ്പം ഉള്ളതുകൊണ്ട് കത്താൻ പ്രയാസപ്പെടുകയോ കത്താതിരിക്കുകയോ ചെയ്യും. അടുത്ത മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് പേപ്പർ. ഒരു ബ്ലോട്ടിക് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എടുത്ത് അതിൽ കുറച്ച് തേൻ ഒഴിക്കണം. ശുദ്ധമായ തേൻ പേപ്പറിൽ പടരുകയോ നനയുകയോ ചെയ്യില്ല. മായം ചേർത്ത തേനാണെങ്കിൽ അത് പേപ്പറിൽ പെട്ടെന്ന് പടരുകയും നനയുകയും ചെയ്യും. പിന്നെ അടുത്ത കണ്ടുപിടിക്കാനുള്ള മാർഗം വിരലുകൾ ഉപയോഗിച്ചുള്ള പരിശോധന. 1 തുള്ളി തേൻ വിരലിലെടുത്ത് തിരുമ്മി നോക്കുക. ശുദ്ധമായ തേൻ വിരലുകളിൽ ഒട്ടിപ്പിടിക്കാതെ മിനുസമായി അനുഭവപ്പെടും. മായം ചേർത്ത തേനാണെങ്കിൽ അത് വഴുവഴുപ്പുള്ളതായിരിക്കും. അടുത്ത കണ്ടുപിടിക്കാനുള്ള മാർഗം ചൂടാക്കാം. കുറച്ച് തേൻ ഒരു പാത്രത്തിലെടുത്ത് ചൂടാക്കാം. ശുദ്ധമായ തേൻ ചൂടാകുമ്പോൾ കട്ടിയാകുകയും ഒരു കാരമൽ രൂപത്തിലാകുകയും ചെയ്യും. മായം ചേർത്ത തേൻ ചൂടാക്കുമ്പോൾ പതഞ്ഞ് വെള്ളം പോലെയാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മായം ചേർന്ന തേനാണോ ശുദ്ധമായ തേനാണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.